നസമിക്കഴിഞ്ഞ് ഫെബ്രുവരി 15 മുതൽ 25 വരെ വിശാഖപട്ടണത്ത് വെച്ച് ലോകത്തെ പല രാജ്യങ്ങളിലെയും യുദ്ധക്കപ്പലുകൾ അടക്കമുള്ളവയെ ക്ഷണിച്ചുകൊണ്ട് ഇന്ത്യ മിലാൻ 2026 എന്ന പേരിൽ ഒരു രാജ്യാന്തര യുദ്ധക്കപ്പൽ പ്രദർശന അഭ്യാസം നടന്നു. അമേരിക്കയും ഇറാനുമടക്കം ഏതാണ്ട് 15ഓളം രാജ്യങ്ങളിൽ നിന്നും അവരുടെ യുദ്ധക്കപ്പലുകൾ ഇന്ത്യയുടെ ക്ഷണമനുസരിച്ച് വിശാഖപട്ടണത്തെത്തി ഈ നാവികാഭ്യാസത്തിൽ പങ്കെടുത്തു. 25 തീയതിയോടുകൂടി എല്ലാ കപ്പലുകളും തിരിച്ചുപോയി. അതിനുശേഷമാണ് യുദ്ധം ആരംഭിച്ചതും ലോകം മുൾമുനയിലേക്ക് വീണുപോയതും. അങ്ങനെ തിരിച്ചുപോയ ഇറാന്റെ IRIS ധന എന്ന യുദ്ധക്കപ്പലാണ് ഇന്ത്യയുടെ തൊട്ടടുത്ത് വെച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രീലങ്കൻ കപ്പൽ പാതയിൽ വെച്ച് അമേരിക്കൻ ടോർപിഡോ തകർത്ത് കളഞ്ഞത്. ആ അപകടത്തിൽ 87 പേർ കൊല്ലപ്പെടുകയും 32 പേരെ ശ്രീലങ്കൻ സേന രക്ഷിച്ചെടുക്കുകയും ചെയ്തു. മറ്റ് അനവധി പേരെ ഇനിയും കണ്ടുകിട്ടാനുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം മുങ്ങിക്കപ്പൽ ഉപയോഗിച്ച് അമേരിക്കൻ സേന ശത്രു രാജ്യത്തിൻ്റെ യുദ്ധക്കപ്പൽ വീഴ്ത്തുന്ന ആദ്യത്തെ സംഭവമാണ് ശ്രീലങ്കൻ തീരത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇത് ഇന്ത്യയെ പ്രതിരോധത്തിലാഴ്ത്തി. ഇന്ത്യയുടെ അതിഥിയായിരുന്നു അമേരിക്ക മുക്കിക്കൊന്ന കപ്പൽ എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രിക്ക് പോലും പറയേണ്ടി വന്നു. എന്നാൽ ഇന്ത്യ പറഞ്ഞത് ഫെബ്രുവരി 25 തീയതി ഇന്ത്യൻ തീരം വിട്ട ഒരു യുദ്ധക്കപ്പൽ ഒരാഴ്ചയ്ക്ക് ശേഷം അപകടത്തിൽപ്പെട്ടാൽ ഇന്ത്യ എങ്ങനെ ഉത്തരവാദികളാകുമെന്നാണ്. വാസ്തവത്തിൽ യുദ്ധം പ്രഖ്യാപിച്ചതുകൊണ്ട് കപ്പൽ പോവണോ വേണ്ടയോ എന്ന ആശങ്കയിൽ ശ്രീലങ്കൻ തീരത്ത് തുടരുകയായിരുന്നു. എന്നാൽ യുദ്ധം അനിശ്ചിതമായി നീണ്ടതോടെ ഇന്ത്യയുടെ അതിഥികൾ എന്ന നിലയിൽ ആക്രമിക്കപ്പെട്ടേക്കില്ല എന്ന പ്രതീക്ഷയിലായിരുന്നു കപ്പൽ പോയത്. എന്നാൽ അമേരിക്കയുടെ മുങ്ങിക്കപ്പൽ ഒളിഞ്ഞിരുന്ന് ആക്രമണം നടത്തി കപ്പൽ മുക്കുകയായിരുന്നു. അങ്ങനെയാണ് 87 മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടതും അനേകം പേരെ കാണാതായതും. ഈ സംഭവം ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി മാറി. ഇന്ത്യയെ വിശ്വസിച്ചെത്തിയ ഇറാൻ കപ്പലിന് ഈ ദുരന്തമുണ്ടായപ്പോൾ ഇന്ത്യ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ ഉയർന്നു. ഇന്ത്യക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്ന ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കളും മറ്റ് സോഷ്യൽ മീഡിയ ബുദ്ധിജീവികളും മോദിക്കെതിരെയും ഇന്ത്യക്കെതിരെയും രംഗത്ത് വന്നു. ഈ പശ്ചാത്തലത്തിലാണ് വാസ്തവത്തിൽ ഖൊമൈനിയുടെ മരണത്തിൽ ഇന്ത്യ അനുശോചിക്കാൻ പോലും ഒരുങ്ങിയത്. 25 തീയതി തന്നെ ഇറാൻ കപ്പൽ ഇന്ത്യൻ തീരം വിട്ടൊഴിഞ്ഞു, ഇന്ത്യ എന്തു ചെയ്യാൻ എന്ന് ചോദിച്ച് ന്യായീകരിച്ചു നിന്നെങ്കിലും ഉള്ളിൽ ഇന്ത്യൻ അധികാരികൾക്ക് കുറ്റബോധം ഉണ്ടായിരുന്നു. അമേരിക്കയുമായി സൗഹൃദത്തിലുള്ളപ്പോൾ അമേരിക്കയെ കടുംകൈ ചെയ്യരുതായിരുന്നു എന്ന അഭിപ്രായമാണ് അവർക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തിരിച്ചടിയിൽ നിന്നും തിരിച്ചു വരേണ്ടത് ഇന്ത്യയുടെ ആവശ്യമായി മാറി. ആ സാഹചര്യത്തിലാണ് മറ്റൊരു യുദ്ധക്കപ്പലിന് ഇന്ത്യ അഭയം കൊടുത്തിരിക്കുന്നത്. IRIS ലവാൻ എന്നു പേരുള്ള ഒരു യുദ്ധക്കപ്പൽ ശ്രീലങ്കൻ തീരത്ത് ഇതിനു മുൻപ് തന്നെ ഉണ്ടായിരുന്നു. ഈ യുദ്ധക്കപ്പലിന് തകരാറ് സംഭവിച്ചിരിക്കുന്നെന്നും അതുകൊണ്ട് തന്നെ ഈ യുദ്ധക്കപ്പൽ കൊച്ചി തീരത്ത് നങ്കൂരമിടാൻ അനുവദിക്കണമെന്ന് ഇറാൻ നാവികസേന ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുമാണ് റിപ്പോർട്ടുകൾ. 28 തീയതി ആവശ്യപ്പെട്ടെന്നും 1 തീയതി ആവശ്യം അനുവദിച്ചെന്നും പിറ്റേ ദിവസം തന്നെ യുദ്ധക്കപ്പൽ കൊച്ചി തീരത്ത് അണിഞ്ഞെന്നുമാണ് റിപ്പോർട്ടുകൾ. 183 ജീവനക്കാർ ഈ കപ്പലിലുണ്ട്. ഇവരെ കൊച്ചിയിലെ നാവികസേനയുമായി ബന്ധപ്പെട്ട സുരക്ഷിതമായ താമസ സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു. വാസ്തവത്തിൽ ആദ്യ കപ്പൽ ശ്രീലങ്കൻ തീരത്ത് വെച്ച് തകർത്ത് കളഞ്ഞതിൻ്റെ മധുരപ്രതികാരം വീട്ടിയതാണ് ഇന്ത്യ എന്ന റിപ്പോർട്ടുകൾ. ഇറാൻ്റെ യുദ്ധക്കപ്പൽ വീണ്ടും ആക്രമിക്കപ്പെട്ടേക്കും എന്ന് ഭയന്ന് ഇന്ത്യ തന്നെ അഭയം കൊടുത്തെന്നും കൊച്ചി തീരത്ത് നങ്കൂരമിട്ട് അതിനെ ഇന്ത്യ സംരക്ഷിക്കുന്നു എന്നുമാണ് വിദഗ്ധർ പറയുന്നത്. കപ്പലിൻ്റെ സംരക്ഷണത്തിൻ്റെ പേര് പറഞ്ഞ് അറ്റകുറ്റപ്പണികളുടെ പേര് പറഞ്ഞ് കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നെങ്കിലും യഥാർത്ഥത്തിൽ അമേരിക്ക ടോർപിഡോ വെച്ച് തകർക്കാതിരിക്കാൻ വേണ്ടി ഇന്ത്യയുടെ സഹായത്തോടുകൂടി ചെയ്തിരിക്കുന്ന പ്രവൃത്തിയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടുകൂടി ആദ്യ കപ്പലപകടത്തിൽ പ്രതിരോധത്തിലായ ഇന്ത്യ അതിനെ മറികടക്കാൻ ഈ സംരക്ഷണം മറയാക്കും. ഇറാൻ്റെ കപ്പൽ കടലിൽ ഒരിടത്തും സുരക്ഷിതമല്ലെന്നും ആ അരക്ഷിതാവസ്ഥ ഒഴിവാക്കാൻ യുദ്ധം തീരുന്നത് വരെ ഇന്ത്യൻ തീരത്ത് കഴിയുന്നതാണെന്നുമുള്ള ഉത്തമ ബോധ്യത്തിന് പുറത്താണ് കൊച്ചിയിൽ നങ്കൂരമിട്ടതും സുരക്ഷിത താവളം തേടി എത്തിയതും. ഇതിനെ അമേരിക്കൻ നാവികസേന എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് കണ്ടറിയേണ്ടതുണ്ട്.